Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the speech. My immigration story by Tanley, first semester, Calcutta University, FIUGP, English Language Skill for Literatures. In our previous video, we discussed about short answer questions. Answer the following questions in a paragraph of 100 words. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 100 വേർഡ്സിന് എഴുതാനുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ടാൻലെ ആൻഡ് ഹർ ഫാമിലി ഫ്രം വിയറ്റ്നാം ടു ഓസ്ട്രേലിയ. ടാൻലെയും അവളുടെ ഫാമിലിയും വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ ഉള്ള ആ ഒരു ജേർണി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Tanle's journey from Vietnam to Australia as a refugee in 1981 involved a dangerous boat trip across the China Sea. അപ്പോൾ ടാൻലെയും ഫാമിലിയും വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു റെഫ്യൂജി ആയിട്ടാണ് പോയത്, ഒരു അഭയാർത്ഥിയായിട്ട് 1981 ഒരു ഡേഞ്ചറസ് ബോട്ട് ജേർണി ആയിരുന്നു ചൈന സീയിലൂടെ. ടാൻലെ വാസ് ഓൺലി 4 years old when she fled Vietnam with her mother and sister, crowded on board a fishing boat with 162 other people in search of a better life. അപ്പോൾ ആ സമയത്ത് ടാൻലേക്ക് 4 years old ആയിരുന്നു അവർ എസ്കേപ്പ് ആവുന്ന സമയത്ത്. അവളുടെ മദറും സിസ്റ്ററും ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടായിരുന്നു. അവർ കൂടാതെ ബോട്ടിൽ 162 അതർ പേഴ്സൺസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ചോയ്സ്. ദ ഫാമിലീസ് ബോട്ട് വാസ് ഡിസ്കസ്ഡ് ആസ് എ ഫിഷിംഗ് വെസൽ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ. ദ ഫാമിലി ഫേസ്ഡ് ത്രെറ്റ്സ് ഫ്രം പൈററ്റ്സ് ആൻഡ് സ്റ്റോംസ്. അതൊരു റിസ്ക് പിടിച്ചൊരു യാത്രയായിരുന്നു. അപ്പോൾ അവർ മുൻകൂട്ടി അവർ മനസ്സിലാക്കിയിരുന്നു ഇത് റിസ്ക് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അവിടെ ഒരുപാട് ത്രെറ്റ്സ്, ഭീഷണികളുണ്ടാവും. അതായത് പൈററ്റ്സ്, കടൽ കൊള്ളക്കാരുണ്ടാകും, അതുപോലെ ഡെത്ത്, റേപ്പ്, ഇതൊക്കെ സംഭവിക്കാം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. The adults on the boat knew the risk and one mother carried a small bottle of poison in case of capture. The family spent 3 months in a refugee camp before landing Melbourne, Australia. അങ്ങനെ അവർ പോയിസണൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ പൈററ്റ്സ് എങ്ങാനും കാണുകയാണെങ്കിൽ അവരിൽ നിന്ന് അവർ പിടിക്കുന്നതിന് മുമ്പ് പോയിസൺ കഴിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ 3 months റെഫ്യൂജി ക്യാമ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഓസ്ട്രേലിയയിലെ മെൽബോണിൽ അവരെത്തുന്നത്. നെക്സ്റ്റ്, he died broken by history. He is my grandfather. Explain. This quote is about Tanle's grandfather. അപ്പോൾ he died broken by history. അദ്ദേഹം മരിക്കുന്നത് ഹിസ്റ്ററി, ചരിത്രം തകർത്തുകൊണ്ടാണ്. അതായത് ചരിത്രമാണ് അദ്ദേഹത്തെ തകർത്തിട്ടുള്ളത്. ഹീസ് മൈ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്നാണ് പറയുന്നത്. ദിസ് കോട്ട് ഈസ് ബോട്ട് ടാൻലെസ് ഗ്രാൻഡ് ഫാദർ. ഇത് ടാൻലെയുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ മാൻ ബേണിംഗ് ഹിസ് ലൈഫ്സ് വർക്ക് ഈസ് എ പോയറ്റ്, പ്ലേറൈറ്റ് ആൻഡ് മാൻ ഹൂസ് ഹോൾ ലൈഫ് ഹാഡ് ബീൻ ബാലൻസ്ഡ് ഓൺ ദ സിംഗിൾ ഹോപ്പ് ഓഫ് ഹിസ് കൺട്രീസ് യൂണിറ്റി ആൻഡ് ഫ്രീഡം. അപ്പോൾ ആ ഗ്രാൻഡ് ഫാദർ ഒരു പോയിറ്റായിരുന്നു, പ്ലേറൈറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം വിയറ്റ്നാം വളരെയധികം യൂണിറ്റിയിലും ഫ്രീഡത്തിലും, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺട്രി, സ്വന്തം രാജ്യമാണ് അത്, സമാധാനത്തോടും കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് തൻ്റെ മുഴുവൻ ജീവിതം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞു വച്ചിരുന്നു. ബട്ട് ആഫ്റ്റർ ദ കമ്മ്യൂണിസ്റ്റ് ടു കൺട്രോൾ ഹിസ് ഡ്രീംസ് വർ ക്രഷ്ഡ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് കൺട്രോളിൽ വന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തടിഞ്ഞു. ഹിസ് ഡിസപ്പോയിൻറ്റ് ലെഡ് ഹിം ടു ബേൺ ഹിസ് ലൈഫ്സ് വർക്ക് ആൻഡ് ഇവൻച്വലി പാസ്ഡ് അവേ ഡിഫീറ്റഡ് ബൈ ദ കോസ് ഓഫ് ഹിസ്റ്ററി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം തന്നെ കത്തിശാമ്പലായി എന്നാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, ചരിത്രമാണ് അദ്ദേഹത്തിന് തകർത്ത് കളഞ്ഞത്. ഓൾദോ ടാൻലെ നെവർ മെറ്റ് ഹിം, ഹിസ് സ്റ്റോറി വാസ് പ്രിസർവ്ഡ് ബൈ ഹർ ഗ്രാൻഡ് മദർ ആൻഡ് ഇറ്റ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ടാൻലെസ് അണ്ടർസ്റ്റാൻഡ് എൻഡ്യൂറൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ ടാൻലേക്ക് നേരിട്ട് അറിയില്ല, പക്ഷേ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്റ്റോറീസ്, അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് ഒക്കെ അറിയുന്നത് ഗ്രാൻഡ് മദറിലൂടെയാണ്. ഗ്രാൻഡ് മദർ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരിക്കലും ഗ്രാൻഡ് ഫാദറിൻ്റെ ലൈഫ് സാക്രിഫൈസ് ഒരിക്കലും മറന്നു പോകരുതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ലൈഫ് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ടാൻലെയുടെ ലൈഫിൽ. നെക്സ്റ്റ്, എക്സാമിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടാൻലെസ് ഗ്രാൻഡ് മദർ ഓൺ ഹെർ ലൈഫ്. ടാൻലെയുടെ ലൈഫിൽ ഗ്രാൻഡ് മദറുടെ റോള്, ഗ്രാൻഡ് മദർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നുള്ളത് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
Tanley's grandmother was a role model in her life along with her mother. Tanley's family fled Vietnam during the war and built a new life in Australia. അപ്പോൾ ടാൻലിയുടെ ഗ്രാൻഡ് മദർ ടാൻലിയുടെ ലൈഫിലൊരു റോൾ മോഡലായിരുന്നു. അവർ ഫാമിലി ഒന്നിച്ചാണ് വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് പോയത്. ടാൻലി ഹാസ് സെഡ് ദാറ്റ് ഷീ ആൻഡ് ഹെർ സിസ്റ്റർ ആൻഡ് മദർ ലേൺഡ് ഓൺ ഈച്ച് അതർ ഫോർ സപ്പോർട്ട് ആൻഡ് ദാറ്റ് ഷീ longer for those days. Tanley's grandmother played a crucial role in preserving the memory and legacy of Tanley's grandfather, ensuring his story was not forgotten. Her grandmother defied societal norms by prosecuting her own husband and winning. അപ്പോൾ ഗ്രാൻഡ്ഫാദറിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ്, ഇതൊക്കെ ടാൻലി അറിയുന്നത് ഗ്രാൻഡ് മദർ അവൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഗ്രാൻഡ്ഫാദറിൻ്റെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് ഒന്നും ഒരിക്കലും മറന്നു പോകരുതെന്ന്. അതുപോലെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയായിരുന്നു. സൊസൈറ്റിയിൽ നോംസ്, സമൂഹത്തിൻ്റെ ഓരോരോ നോംസ് ഒന്നും അനുസരിക്കാത്ത ഒരാളായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മദർ. അവൾ തൻ്റെ ഹസ്ബൻഡ് വളരെയധികം ക്രൂരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവൾ കോർട്ടിൽ സ്വന്തമായിട്ട് വാദിച്ച് വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ലേഡിയാണ് ഗ്രാൻഡ് മദർ. ഷോക്കേസിങ് ഹർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെ അവളുടെ ഒരു സ്ട്രെങ്ത്, അവൾ വളരെ ശക്തി ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളുടെ ഒരു ഡിറ്റർമിനേഷനൊക്കെയാണ് കാണിക്കുന്നത്. ഷീ presented resilience facing hardship head-on and passed this legacy of strength to Tanley, inspiring her own sense of courage and perseverance in life. The spiritual connection Tanley felt with her grandmother, especially at the moment of her death, symbolizes the deep emotional and familial bond between them. അപ്പോൾ ഈ ഒരു മറ്റേ ഗ്രാൻഡ് മദറുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ ഡീപ്പാണെന്ന് മനസ്സിലാക്കിയത് ഗ്രാൻഡ് മദറിൻ്റെ മരണത്തിന് ശേഷമാണ്. അതെന്നെ സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ഫാമിലി ബോണ്ടിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.